ഈ ഫോണിൽ കൂടെ അച്ഛനെയും അമ്മയും നോക്കുന്ന കുറേ മക്കളുണ്ട്. അതായത് വീട്ടിലൊരു CCTV ക്യാമറ വെക്കുക, എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് കുറേ അഭിപ്രായങ്ങളാണ്. അച്ഛനെ ഇന്ന ആശുപത്രി കൊണ്ടുപോകണ്ടേ, അച്ഛൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുമല്ലേ, അച്ഛന് ഷുഗർ ഇത്ര ഇരിക്കുകയല്ലേ, അച്ഛനെ മറ്റേ ഡോക്ടറെ കാണിക്കണ്ടേ, ഇങ്ങനെ കുറേ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ അവരോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ സങ്കടമൊന്നുമില്ല. പക്ഷേ എനിക്ക് അവരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. വീട്ടിൽ നിന്ന് നിങ്ങളുടെ അച്ഛനെയും അമ്മയെ നോക്കുന്ന ഒരു മകനോ ഒരു മകളോ കാണുമല്ലോ. എല്ലാ വീട്ടിലും അങ്ങനെ ഒരാൾ കാണും. അവരായിരിക്കും അച്ഛനെയും അമ്മയും ഫിസിക്കലി ആശുപത്രിയിൽ കൊണ്ടുപോകും, അവരായിരിക്കും അച്ഛനെയും അമ്മയും കുളിപ്പിക്കുന്നത്, അവരായിരിക്കും അച്ഛനും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവരായിരിക്കും അച്ഛനും അമ്മയുടെ കൂടെ ഇരുന്ന് അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെയുള്ളവരെ കുറ്റം പറയാൻ നിൽക്കരുത്. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുക്ക വന്ന് വളരെ സങ്കടത്തോടെ പറയാറുണ്ട്, അവർ ജീവിതത്തിൻ്റെ ഒരു ഭൂരിഭാഗവും ഈ അച്ഛനെയും അമ്മയും നോക്കുന്നുണ്ടാവും. പക്ഷേ അവരെ എന്താ ചെയ്യുക, വർഷത്തിലൊരിക്കൽ വീട്ടിൽ വരുന്ന അവരുടെ കൂടെയുള്ള സഹോദരനോ സഹോദരിയോ മൂത്ത ചേട്ടനോ ഇളയ അനിയനോ ആരെങ്കിലും, അല്ലെങ്കിൽ വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു ബന്ധു കയറി വന്നിട്ട്, അയ്യോ നീ എന്താണ് അച്ഛനെയും അമ്മയെ ഇങ്ങനെ നോക്കുന്നില്ലേ, നീ അച്ഛനും അമ്മ അവിടെ കൊണ്ടുപോകുന്നില്ലേ, നീ അച്ഛനും അമ്മ ഈ ടെസ്റ്റ് ചെയ്യുന്നില്ലേ, നീ അച്ഛനും അമ്മയ്ക്ക് ഈ ഫുഡ് കൊടുക്കുന്നില്ലേ എന്ന് ചുമ്മാ കുറേ കമൻറ്റ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അച്ഛനെ അമ്മയെ നോക്കുക എന്നുള്ളത് അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു മനുഷ്യന് ഒരാളെ കെയർ ചെയ്യുന്നതിൻ്റെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരാൾക്ക് ഒരു ദിവസത്തിൽ 24 മണിക്കൂറുള്ള 24 മണിക്കൂറിൽ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അവരെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ മാൻ. നിങ്ങളതിനെ അവരെ വഴക്കുറയോ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമോ അർഹതയോ നിങ്ങൾക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്കൊരു ഇമോഷണൽ ട്രോമ ഇൻഫ്ലിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ നിങ്ങൾ അച്ഛനെയും അമ്മയും ഒരാളൊരു കാര്യം ചെയ്തില്ല, കെയർ ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അച്ഛനെയും അമ്മയും കെയർ ചെയ്തിരുന്നോ എന്ന് നോക്കുക. നമ്മുടെ നാട്ടിൽ പ്രൈമറി കെയർ ഗീവർ, അതായത് ഒരു കിടപ്പ് രോഗിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ കിടപ്പ് രോഗിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഡിപ്രഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് വീട്ടിൽ നിന്ന് സഹോദരങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ അപ്രീസിയേഷൻ കിട്ടാതില്ല. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിങ്ങളുടെ അച്ഛനെയും അമ്മയും അല്ലെ പ്രായമുള്ള ആൾക്കാരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന ഒരു സിബ്ലിംഗ് ഉണ്ടാവും. അവരെ നല്ലത് പറഞ്ഞില്ലെങ്കിലും ചീത്ത പറയാതിരിക്കുക.